ഇയാൾ അടിക്കുന്ന കറക്റ്റ് അടിച്ചവനെ ഇതേ രീതിയിൽ അടിക്കണം. കൊല്ലം ജില്ലയുടെ പ്രശ്നമല്ല, ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഓരോ ജില്ലകളിലെയും എല്ലാ ജില്ലകളിലും ഇവിടെ ഒരു ജില്ലയില് പുണ്യവന്മാര് മറ്റേതിനകത്ത് തെറ്റുകാര് മാത്രമൊന്നും ഇല്ലല്ലോ. അങ്ങനെ തരംതിരിച്ചാണോ ജില്ല ഉണ്ടാക്കിയിരുന്നത്? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. ഒരാളെ കൊല്ലാൻ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യുന്നത്? പോലീസിന് റോളില്ല. ഇപ്പൊ ചെയ്യുന്ന എന്താ? പോലീസിനെ ഒരു മൊബൈൽ ഫോൺ പിടിച്ച് പോലീസിനെ ചീത്ത വിളിക്കും, അടിക്കും ചെയ്താൽ മാസമായി. എന്ത് തരം പ്രവണതയാ? അപ്പൊ തലക്കേറ്റ മാരക പരിക്കുകൊണ്ടാണ് കൊല്ലത്ത് ആ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഈ കേരള സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം ഇതാ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സംഭവങ്ങൾ അവർക്കുണ്ടാവുന്ന ആ ഒരു പ്രശ്നം ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ നാട് എന്നുള്ള ഇത് ഉദ്ബോധത്തിൽ തന്നെ ഉണ്ടായത്. ഇത് തന്നെ ഇങ്ങനെ ഒരു ഫീലിംഗാണ് കൊല്ലത്ത് ജീവിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്. കൊല്ലത്തെ പറ്റിയിട്ട് ഒരു 10 നെഗറ്റീവ് ആരെങ്കിലും വന്നിരുന്ന് പറയും, ബാക്കിയുള്ളത് നമ്മൾ ഇരുന്ന് പറയണം. നെഗറ്റീവ് എന്ന് പറഞ്ഞോട്ടെ, പറയുന്നവർ കൊല്ലത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. രഞ്ജിത്തെ, ഉത്സവപ്പറമ്പിലെ അടി എന്ന് പറയുന്നത് കേരളത്തിലെ മിക്ക ഉത്സവപ്പറമ്പുകളിലും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പരസ്പരം ഉണ്ടാകുന്ന വാക്തർക്കങ്ങളും അതേ ചൊല്ലിയുള്ള പരസ്പരം അടിയും പിന്നീട് അതൊരു പോലീസുകാരെന്ന് പിടിച്ചു മാറ്റുന്ന ഒരു രീതി. കഴിഞ്ഞ ദിവസമായിരുന്നു കൊല്ലത്തുണ്ടായിരുന്ന ഞായറാഴ്ചയായിരുന്നു ആ ഒരു അടി നടക്കുന്നത്. ഉത്സവപ്പറമ്പിൽ ഒരു ഉത്സവത്തിന്റെ അടിയായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ഒരു 18 വയസ്സുകാരനുണ്ടായിരുന്നു. ആ 18 വയസ്സുകാരൻ കഴിഞ്ഞ ദിവസം മരിച്ചു. അപ്പോൾ തലക്കേറ്റ മാരക പരിക്കുകൊണ്ടാണ് കൊല്ലത്ത് ആ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടമായിട്ടുള്ളത്. അതേപോലെ ഇന്ന് കൊല്ലത്തെ മറ്റൊരു അടിയുടെ ദൃശ്യങ്ങളാണ് പുറത്തേക്ക് വന്നത്. ഇത് ഉത്സവപ്പറമ്പിലാണെങ്കിൽ ഇത് നമ്മുടെ അധികാരികളുടെ ഇടയിലുള്ള കൊല്ലം കോർപ്പറേഷന്റെ അകത്ത് ഒരു അടിയെ പറ്റിയിട്ടാണ് നമ്മൾ ആ ഒരു വാർത്ത കാണുന്നത്. പരസ്പരം തുപ്പിയിട്ടാണ് അവിടെ ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പാർട്ടികൾ തമ്മിലുള്ള പ്രശ്നമാണ്. അതിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടി അംഗങ്ങളെ തുപ്പി തോൽപ്പിക്കുന്നു. എന്താണ് കൊല്ലത്ത് നടക്കുന്നത്? കൊല്ലത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ന്യായീകരിക്കുന്നില്ല. ഇതെല്ലാം തെറ്റ് തന്നെയാണ്. ഇത് പക്ഷേ എന്താണ് കൊല്ലത്ത് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്, പലയിടങ്ങളിൽ പല രീതികളിൽ നിന്ന് മാത്രം. പക്ഷേ അടികളുമായി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പരസ്പരം ഉണ്ടാക്കുന്ന ഈ അടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്താ പ്രാധാന്യം കിട്ടുന്നതും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും കൊല്ലത്ത് തന്നെയാണ്. അത് വ്യത്യസ്തപരമായിട്ടുള്ള അടി, ഈ പറയുന്ന തുപ്പൽ പ്രതിഷേധമൊക്കെ കൊല്ലത്താണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. വേറെ ഒരു ജില്ലകളിലും ഈ ഒരു പ്രശ്നമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതും ഇപ്പോൾ ഓരോ കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ അടികളുടെ ഏറ്റവും കൂടുതൽ ഇത്തരം വാർത്തകൾ വരുന്നത് കൊല്ലത്തുനിന്നാണ്. അതുകൊണ്ടാണ് കൊല്ലത്ത് എന്താണ് നടക്കുന്നത് ചോദിച്ചത്. കൊല്ലത്ത് എന്താണ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം മീഡിയ ചാനലുകൾക്ക് ഉൾപ്പെടെ വേണ്ടത് റീച്ചാണ്. അപ്പം അവർ ചെയ്യുന്ന കുറച്ച് പ്രഹസനങ്ങളാണ്. അതായത് അഫ്കോഴ്സ് ഉണ്ടാവുന്നുണ്ട്, പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നുണ്ട്, ഈ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്ന അതുപോലെ തന്നെയാണ് കൊല്ലത്ത് ഉണ്ടാകുന്നത്. പക്ഷെ കൊല്ലത്ത് ഇന്ന രീതിയിൽ ഒരു ടാഗ് ലൈൻ ഇട്ട് കൊടുത്താൽ, തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ റീച്ച് കിട്ടുന്ന അവർക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ആ രീതിയിൽ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ കുറെ ടാഗ് ലൈനും കുറെ പോസ്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് അത് വരുന്നത്? ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് വരുന്നത്. കേരള സ്റ്റോറി എന്നുള്ളത് അതായത് ഈ നോർത്ത് ഇന്ത്യൻസിലൊക്കെ ഈ കേരളത്തെ പറ്റി ഇങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ടായി കൊടുക്കുന്നത് കേരളീയർക്ക് പിടിക്കുന്നില്ല. ഇതിങ്ങനെയുള്ള സംഭവങ്ങളല്ല, ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഭൂരിപക്ഷം ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണല്ലോ ഇതേ സംഭവമാണ് കൊല്ലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തെ അങ്ങനെ ഒരു രീതിയിൽ ചിത്രീകരിച്ച് ഇതേപോലെയൊക്കെയാണ് അടി ഇടി ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ ഒരു ചിത്രീകരണം മീഡിയയിൽ ഫുള്ള് കൊടുത്തേക്കുക. കൊല്ലക്കാർ മൊത്തം ജനറലൈസ് ചെയ്തേക്കുക. ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവർക്ക് മിണ്ടാൻ കൊള്ളത്തില്ല, അവരുടെ അടുത്ത് അടുക്കാൻ കൊള്ളത്തില്ല. ആ ജില്ലയിലുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് നോക്കപ്പം നിങ്ങളിപ്പോ ഈ കേരള സ്റ്റോറി ഇറങ്ങുന്ന സമയത്ത് ഈ കേരളത്തിലുള്ള ആൾക്കാർ മൊത്തം ഇതാ റിയൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സംഭവങ്ങൾ അവർക്കുണ്ടാവുന്ന ആ ഒരു പ്രശ്നം ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ നാട് എന്നുള്ള ഇത് ഉദ്ബോധത്തിൽ തന്നെ ഉണ്ടായത്. ഇത് തന്നെ ഇങ്ങനെ ഒരു ഫീലിംഗാണ് കൊല്ലത്ത് ജീവിക്കുന്നവർക്ക് ഉണ്ടാവുന്നത്. ശരിയാണ്, പല കൊല്ലംകാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നതെന്ന് പറയുന്ന സമയത്ത് കൊല്ലം മടിയാ. കൊല്ലത്ത് പലർക്കും ഒരു പുച്ഛമൊക്കെ പലരുടെയും മുഖത്ത് വരുന്നതായിട്ട് പലർക്കും പേടിയാ. ഞാൻ പറയാം, കൊല്ലക്കാരൻ എന്ന് പറഞ്ഞാൽ അടുപ്പിക്കാൻ കൊള്ളത്തില്ല, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇനി പല കമന്റ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കേരളത്തിൽ നിന്ന് ഈ ജില്ല അങ്ങ് മാറ്റി കൊടുക്കാവോ എന്ന് പറയാം. എന്ത് തരം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മറ്റു ജില്ലകളിൽ ഒന്നും നടക്കുന്നില്ലേ? ഒരു കുടുംബത്തെ മൊത്തം ചുറ്റിക കൊണ്ടും അങ്ങനെ പല വിധത്തിൽ സ്വന്തം അനിയനെ വരെ അടിച്ചു വന്ന സംഭവം ഉണ്ടായിട്ടില്ലേ? അപ്പൊ അവിടെ അത് മാത്രം രജിസ്റ്റർ ചെയ്തു. പപ്പടത്തിന് അടി ഉണ്ടാക്കിയത് ആലപ്പുഴയില, കൊല്ലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ പപ്പടത്തിന് അടിയിൽ നിന്ന് ആലപ്പുഴയെന്ന് മാത്രം പറഞ്ഞു നടക്കുന്നുണ്ടോ? ഇത് ഏറ്റവും കൂടുതൽ എല്ലാ ജില്ലകളിലും പ്രശ്നം നടക്കുന്നുണ്ട്. ഇപ്പൊ കോഴിക്കോട് നടക്കുന്നുണ്ട്. കോഴിക്കോട് മന്തിക്ക് അടി മാത്രം
ഡെയിലി ഇങ്ങനെ വാർത്തകൾ കൊല്ലത്തുനിന്ന് മാത്രം കൊല്ലത്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, കൊല്ലത്തിനെ പറ്റിയൊരു ലേസിനടി തുടങ്ങിയത് തൊട്ടാണ് ലേസിനടി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാനും ആദ്യമായിട്ട് ഇപ്പൊ ജസ്റ്റ് വേറെ നിസ്സാര കാര്യത്തിനാ എന്തെങ്കിലും ഒരു നിസ്സാര കാര്യത്തിന് അടി ഉണ്ടാവുന്നു. പക്ഷെ അത് പിന്നുള്ള വാക്കുകളിലൂടെയും പിന്നുള്ള സംസാരത്തിലൂടെ ആയിരിക്കും അത് കൂടുന്നത്, ആ ഒരു വിദ്വേഷം കൂടുന്നത്, അങ്ങനെ ആയിരിക്കും അടിയിലേക്ക് എത്തുന്നത്. പക്ഷെ കൊല്ലത്തിന് കേസ് ആകുമ്പോഴത്തേക്ക് ആ ചെറിയ കാരണം എന്താ അതുകൊണ്ട് ഹൈലൈറ്റ് ചെയ്യും. നിങ്ങൾ എന്ന് വെച്ചാൽ കൊല്ലംകാർ മുഴുവൻ വഴക്കാളികളാണ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തിനാ ജനറലൈസ് ചെയ്യുന്നത്? ഇവിടെ വേറെ ഒരു ജില്ലകളിലും അടിയും വഴക്കും ഒന്നും ഉണ്ടാവുന്നില്ലേ? എല്ലാവരും സത്യസന്ധന്മാരാണോ? അല്ല, കൊല്ലത്തെ മാത്രം നല്ല മനുഷ്യരും കൊല്ലത്തെ മാത്രം അങ്ങനെ പറയുന്നത്? പക്ഷേ ഇപ്പോ ഈ ഒരു വാർത്ത ഞാൻ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് വാർത്തയും തെറ്റാണ്. ഇത് തെറ്റെന്ന് വെച്ചാൽ വാർത്ത തെറ്റെന്നല്ല, ഇത് ഉണ്ടാക്കി, അതായത് ഇത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. തക്കതായ ശിക്ഷ ഇതിനുണ്ടാവണം, നടപടികൾ ഉണ്ടാവണം എന്ന് തന്നെയാണ് എന്റെയും. പക്ഷേ അതൊരു ജില്ലയെ ബേസ് ചെയ്ത് ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്. പക്ഷെ ഇത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലേക്ക് വരുന്ന സമയത്ത് രഞ്ജിത്ത് ഈ രണ്ട് വാർത്തയെ നോക്കിക്കോ, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പേജിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കൊല്ലം ഹെയ്റ്റ് കമന്റ്സ് അതിനകത്തുണ്ടായിരുന്നു. കൊല്ലത്തെ ഹൈലൈറ്റ് ചെയ്യുന്നു. നിങ്ങളെ പോലുള്ള എല്ലാ ജേർണലിസ്റ്റുകളെ കൊല്ലത്തെ ഹൈലൈറ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു വാർത്ത വേറെ എവിടെയും കാണൂല. വേറെ ഇതേ സംഭവം വേറെ ജില്ലകളിൽ ഉണ്ടാവട്ടെ, അവിടെ സ്ഥലത്തിന് വലിയ പ്രാധാന്യം കൊടുക്കത്തില്ല. പക്ഷെ കൊല്ലത്ത് ഇറങ്ങുന്ന ഒരു സംഭവം ഈ കൊല്ലത്ത് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യും. അല്ല, ചോദിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക രഞ്ജിത്തെ, ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിന് അടി ഉണ്ടാവുകയാണെങ്കിൽ പലരും വന്ന് കമന്റ് സെക്ഷനിൽ ഇരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഇനി കൊല്ലത്താണോ നമ്മൾ തെറ്റിദ്ധരിച്ചു, കൊല്ലം അല്ലേ, ഇനി കൊല്ലംകാര് പോയിട്ടാണോ അടി ഉണ്ടാക്കിയത്? കൊല്ലത്തെ ഹിസ്റ്ററി, കൊല്ലത്തിനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. കൊല്ലത്തിന്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയണം. ചുമ്മാ കൊല്ലം 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 എന്ന് പറഞ്ഞാൽ ഈ 18 വയസ്സുകാരൻ ഇപ്പൊ കൊല്ലം എന്നുള്ള വാർത്ത അല്ലെങ്കിൽ കൊല്ലം ജില്ല എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ ഒരു 18 നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നി, ഇപ്പൊ ഉത്സവപ്പറമ്പിലാണെങ്കിലും നമ്മൾ സുഹൃത്തുക്കൾ നമ്മൾ അടി ഉണ്ടാക്കും, അല്ലെങ്കിൽ കോളേജില് ഈ കൊല്ലം എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഈ തരത്തിലുള്ള വയലൻസുകൾ ഈ സമൂഹത്തിൽ കൂടി വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യും. തന്നെയായിരുന്നു വന്നത്. കൊല്ലം എന്നുള്ളത് നമുക്ക് മാറ്റി നിർത്താം. ഇപ്പൊ കൊല്ലത്ത് നിന്നുള്ള ഈ രണ്ട് വാർത്ത ഒരുമിച്ച് വന്നതുകൊണ്ടാണ് കൊല്ലത്ത് എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കും ഈ ഒരു വാർത്ത, 18 വയസ്സുകാരൻ നമ്മൾ അടി ഉണ്ടാവുന്ന സമയത്ത് ഈ പറയുന്ന തലക്കിട്ടാണ് അടിക്കുന്നത്. ആ ഒരു അടിയിൽ തന്നെ അതാണ് ആ കുട്ടിയുടെ മരണകാരണത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയൊക്കെ ഒരാളെ വഴക്കുണ്ടാവുകയാണെങ്കിൽ അടിക്കാൻ പറ്റും? ഇങ്ങനെ മരണകാരണമാകുന്ന രീതിയിൽ അത്രയും ദേഷ്യം തോന്നാനുള്ള, അത്രയും വൈരാഗ്യം തോന്നാനുള്ള എന്താണ് അവിടെ? ഒരു ഒരു കാരണമില്ലാതാണ് ഓരോ സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അതായത് എല്ലാരും പെട്ടെന്ന് നോക്കാൻ പോലും പറ്റത്തില്ല. നമ്മൾ വെറുതെ നോക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അടി ഉണ്ടാക്കുന്ന ശീലങ്ങളുണ്ട്, അല്ലെങ്കിൽ അപ്പൊ തന്നെ ഇപ്പൊ ഒരാളോട് ഒന്ന് കടുപ്പിച്ച് ഇല്ല, അതെന്താ നീ അങ്ങനെ പറഞ്ഞേ എന്നും പറഞ്ഞ് അടി ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ട്. ഇത് എന്താണ്? ഈ മനുഷ്യന്റെ എന്ത് തരം അവസ്ഥയാണിത്? നമുക്ക് ഒന്നിനോടും ഒരു ആരും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മളെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന രീതിയിൽ അത്രയും വൈരാഗ്യം ഒക്കെ ഉടലെടുത്ത് അങ്ങനെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥ. അതിപ്പോ നോക്കുകയാണെങ്കിലേ, പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ പീസ്ഫുൾ ആവാൻ മനുഷ്യൻ ഒരുപാട് ആഗ്രഹിക്കുന്നു. ഇപ്പൊ തെറാപ്പികൾ കൂടുന്നു, ഡിപ്രഷൻസ് കൂടുന്നു, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാർ കൂടുന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി. വയലൻസ്, അതായത് ഇപ്പം ആർക്കും ഒരു ക്ഷമയില്ല. ഇതിപ്പോൾ ചെയ്തത് 100% തെറ്റാണ്. ഇതിന് തക്കതായ മാക്സിമം ശിക്ഷ കൊടുക്കണം. രണ്ട് വികലാംഗരായ മാതാപിതാക്കളാണ് ആ കുട്ടിക്കുള്ളത്. അതേപോലെ തന്നെ ഉത്സവം കൂടാൻ വേണ്ടി പോയതാണ്, കുടുംബക്കാരുടെ വീട്ടിലെന്തോ പോയതാണ് ആ കുട്ടി. അപ്പൊ മദ്യപിച്ച് അല്ലെങ്കിൽ ആ ഒരു റോങ് ആയതിനു ശേഷമാണ് ഈ ഒരു അടി ഉണ്ടാവുന്നതും. അയാൾ അടിക്കുന്ന കറക്റ്റ് അടിച്ചവനെ ഇതേ രീതിയിൽ അടിക്കണം. അല്ല, ഇനി ഈ വേദന ആ കുട്ടി അനുഭവിച്ചൊരു വേദന, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു ആ കുട്ടിയുടെ മരണശേഷം അത് മരിച്ചു കഴിഞ്ഞിട്ട് അതിന്റെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഒരു വേദന എന്തായിരിക്കും? ആ കുട്ടി ആയിരിക്കില്ലേ ആ ഒരു വീടിന്റെ പ്രതീക്ഷ? ഇതിപ്പോ ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഇത് അവസാനിക്കും? ചിന്തിച്ചു നോക്ക്. ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ 16 വയസ്സുകാരന്മാർ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തും കൊല നടന്നുകൊണ്ടിരിക്കുന്നത്. ശരിയാ. ഏത് തരത്തിൽ ഇത് അവസാനിപ്പിക്കണം? ഇതിങ്ങനെ എങ്ങനെയുള്ള ശിക്ഷ കൊടുക്കണം? എന്തായാലും ഇവിടെ ഇപ്പോ ഇതിനു മുമ്പിട്ട് ഒരു 16 വയസ്സുള്ള ഒരു ചെറുക്കനെ കണ്ട് ഇവിടെ ഈ ഗ്യാങ് ചേർന്ന് കൊന്നിട്ട് അവരെ എക്സാം എഴുതിക്കുന്നതിന്റെ പരിപാടിയൊക്കെ എവിടെ പോയി? എന്തായി? ഇതിങ്ങനെ ഒന്നും തീരില്ല. ഇത് ഈ ശിക്ഷ പോരാ. കുട്ടികൾ തമ്മിൽ അടിച്ചുണ്ടായ അല്ലെങ്കിൽ അവർ പരസ്പരം
അടിക്കുന്നു, അതും സ്കൂൾ കുട്ടികളാണ്. എങ്ങനെയാണ്? അല്ലെങ്കിൽ നമുക്കൊരാൾ, ഞാൻ തുടക്കത്തിലൊക്കെ നമ്മൾ ഒരുപാട് സ്കൂളിൽ സ്ട്രൈക്കുകൾ, സമരങ്ങൾ കണ്ടിട്ടുണ്ട്, പരസ്പരം അടി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരാളെ കൊല്ലാൻ പോലീസിന് റോളില്ല. ഇപ്പൊ ചെയ്യുന്ന എന്താ? പോലീസിനെ ഒരു മൊബൈൽ ഫോണും പിടിച്ച് പോലീസിനെ ചീത്ത വിളിക്കും, അടിക്കും ചെയ്താൽ മാസമായി. എന്ത് തരം പ്രവണതയാ? അവര് അവര് പൂർണ്ണമായിട്ടും ശരിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരിൽ ഒരു ഭയം എപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരിക്കണം. അവര് നമ്മളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇത് നേരെ ചൊവ്വേ പോകൂ. ഈ സംഭവങ്ങൾ പോലീസുകാരോടുള്ള പേടി കുറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് സംഭവിക്കും? കണ്ട പോകുന്നവനും വരുന്നവനൊക്കെ ഇവരുടെ ഇടയ്ക്ക് കയറാൻ നിൽക്കുക. അവര് കാണിക്കുന്ന ഒരു നിയമം ഇപ്പം അവര് ചില രീതികളിൽ നമ്മളെ കൺട്രോൾ ചെയ്യും. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് നേരെ ചൊവ്വേ പോകൂ, ഇല്ലേ? ലോ ആൻഡ് ഓർഡർ. പിന്നല്ലാതെ ഇതിപ്പോ ഒരു ഫോണും പിടിച്ചോണ്ട് നിൽക്കുക കുറെ എണ്ണം. ഇത് വൈറലാവുള്ള കണ്ടു. ഇപ്പൊ എല്ലാരും ജീവിക്കുന്ന എന്തിനാ? വീഡിയോ എടുക്കുക, വൈറലാവുക. അവര് റിയൽ ലൈഫിൽ അതൊന്നും ആസ്വദിക്കുന്നില്ല. ഏതെങ്കിലും സ്ഥലത്ത് പോയാലും കുറെ പീസ്ഫുൾ ആയിട്ടുള്ള സാധനം എടുക്കും. തീർച്ചയായും ഇപ്പൊ പലരും പറഞ്ഞു, പ്രവാസികളാണെങ്കിൽ ഇപ്പൊ പുറത്തേക്കൊക്കെ നമ്മള് ഈ കരിയർ സംബന്ധമായാലും പോകുന്ന സമയത്ത് പലരും പറയുന്നു നാടിനെ മിസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നാട്ടിൽ ഉത്സവങ്ങളെ മിസ് ചെയ്യുന്നു, നാട്ടിലെ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്ന സമയത്താണ് ഇത്തരം വാർത്തകൾ നാട്ടിൻ പുറങ്ങളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത. ആ ഒരു സമയത്ത് അങ്ങോട്ടൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. എപ്പോ നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും ക്രൈം. പലരും പറയുന്നിട്ടുണ്ട് പത്രം വായിക്കുന്നത് നിർത്തി, അല്ലെങ്കിൽ ന്യൂസ് കാണുന്നത് നിർത്തി. കാരണം എല്ലാ ദിവസവും എവിടെ നിന്നെങ്കിലും ഒക്കെ വരുന്നത് കൊലപാതകം, അതേപോലെ തന്നെ ഇത്തരമുള്ള പീഡനങ്ങൾ, അടികൾ, അതേപോലെ മരണങ്ങൾ. ഇത് മാത്രമേ പത്രത്തിലും വാർത്താ മാധ്യമങ്ങളിലും ഉള്ളൂ. ഇതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര രീതിയിലുള്ള ഇപ്പോ രഞ്ജിത്ത്, നമ്മൾ ഈ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ഒക്കെ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സമാധാനമായിട്ടുള്ള ഒരു റീല് കണ്ടു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ട്രെൻഡിങ് ആക്കും. അതാണ് ഇവിടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇവിടെ ഈ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് ഇത്രയധികം ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമുണ്ട്. ഇത് നോർമൽ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത്. എന്തിനു വേണ്ടി ഇങ്ങനെ? അത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. പണ്ട് ആസിഫ് അലി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റിപ്പബ്ലിക് ഡേ സ്വാതന്ത്ര്യദിനത്തിന് എന്തോ ഒരു ഇത്ര പ്രോഗ്രാമിന് ഈ ഒരു ഹിന്ദു മുസ്ലിം ഈ മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടി 3 കുട്ടികൾ നടന്നു പോകുന്ന, അത് ഒരു സ്ഥിരം കാഴ്ചയാണ്. നമ്മൾ അങ്ങനെ വേഷം ധരിച്ചു പോകുന്നത്. ഇതിങ്ങനെ ഭയങ്കര വൈറലാക്കി ഇതാണ് കേരള. അപ്പൊ ആസിഫ് അലി ഇങ്ങനെ വിചാരിച്ചു എന്ന്, ഇത് എന്തിനാണ് ഇങ്ങനെ ഇപ്പൊ ആ വീഡിയോ എടുത്ത് അങ്ങനെ വൈറലാക്കേണ്ട ആവശ്യം? ഇത് നോർമൽ. ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ജീവിക്കുന്ന രീതിയാണ്. ഞാനും ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം ഇത്. ഞാൻ വളർന്നത് മെജോറിറ്റി മുസ്ലിംസിന്റെ കൂടെയാണ് ഞാൻ വളർന്നത്. അവിടെ ഇങ്ങനൊരു സംഭവങ്ങളെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മതം എന്നുള്ള സംഭവം തോന്നിയിട്ടില്ല. പക്ഷെ ഈ ഒരു ടൈം വരുമ്പോഴത്തേക്ക് എന്തിനും ഏതിനും മതം. പക്ഷെ നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെ ചെയ്യുന്നു. എനിക്കറിയാൻ വയ്യ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന പച്ച വർഗീയത, എന്നിട്ട് മതേതരം. എനിക്കറിയാൻ വയ്യ. ഇത് ഒരു തരത്തിലും ഇതൊന്നും നമുക്കങ്ങ് ഭയങ്കരമായിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നോർമലി ഇതൊക്കെ ഉയർത്തിപ്പിടിക്കാതെ നോർമലി നിങ്ങൾ അങ്ങോട്ടും മതം ഉയർത്തിപ്പിടിക്കുന്ന കഥയാണ് ആദ്യം. മതം ഇന്ന മതക്കാർ ആയതുകൊണ്ട് ഇന്ന മതത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ഞാൻ ഈ മതമായതുകൊണ്ട് ആ മതത്തെ സപ്പോർട്ട് ചെയ്യുന്നു. എന്തിന്? മനുഷ്യര് അത്രേ ഉള്ളൂ. മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നു, അത് മാത്രം നോക്കിയാൽ മതി. ഞാൻ ഈ മതത്തിൽ നിന്നിട്ട് ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്നു, അതെന്തിന്? അവിടെയാണ് വർഗീയത വരുന്നത്. തീർച്ചയായും ആ ഒരു രീതിയിൽ തന്നെയാണ്. ഇപ്പോ നമ്മൾ തുടക്കത്തിൽ തന്നെ കൊല്ലത്തെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൊല്ലത്തിന്റെ പ്രശ്നമാണെങ്കിൽ തന്നെ കൊല്ലം ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു രീതിയിലേക്ക് പലരും ഇരുന്ന്, കൊല്ലത്ത് ഞങ്ങൾ ഇത്രയധികം കാര്യങ്ങൾ നടക്കും, ഇതും കൊല്ലത്താണ് നടക്കുന്നത്. കൊല്ലത്ത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ കാര്യം വന്നു കഴിഞ്ഞാലും ഇതും കൊല്ലത്താണ് നടക്കുന്നത്, നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് കൊല്ലത്തെ പറ്റി സംസാരിച്ച് കൊല്ലത്തിന്റെ പ്രത്യേകതകൾ പറയേണ്ട ഒരു അവസ്ഥ. പക്ഷെ ബാക്കിയുള്ള ജില്ലകളിലൊന്നും നമുക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ഈ ജില്ലയിൽ അല്ലെങ്കിൽ ആലപ്പുഴയിൽ ഒരു പ്രോഗ്രാം നടക്കുന്നു, ആലപ്പുഴയിൽ സന്തോഷ് ട്രോഫി നടക്കുന്നു, അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു ഫെസ്റ്റ് നടക്കുന്നു, പെരുന്നാൾ നടക്കുന്നു, മലബാറിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്നു. നമ്മൾ വെറുതെ പറയത്തേ ഉള്ളൂ. പക്ഷെ കൊല്ലമാണെങ്കിൽ കൊല്ലത്തെ പറ്റിയിട്ട് ഒരു 10 നെഗറ്റീവ് ആരെങ്കിലും വന്നിരുന്ന് പറയും, ബാക്കിയുള്ളത് നമ്മൾ ഇരുന്ന് പറയണം. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞോട്ടെ, പറയുന്നത് കൊല്ലത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവിടെ എന്തൊക്കെ വന്നാലും കൊല്ലം ജില്ലയുടെ പ്രശ്നമല്ല, ആളുകളുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അല്ലെങ്കിൽ ഓരോ ജില്ലകളിലെയും എല്ലാ ജില്ലകളിലും ഇവിടെ ഒരു ജില്ലയില് പുണ്യവന്മാര് മറ്റേതിനകത്ത് തെറ്റുകാർ മാത്രമൊന്നും ഇല്ലല്ലോ. അങ്ങനെ തരം തിരിച്ചാണോ ജില്ല ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല, ഒരിക്കലും അല്ല. അപ്പൊ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല.